വിശുദ്ധരുടെ രൂപങ്ങളും ചിത്രങ്ങളും വണങ്ങുന്നത് എതിർക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് അവ സംരക്ഷിക്കുന്നതിനായി ഏറ്റവും മുൻപിൽ നിന്ന ആളാണ് വിശുദ്ധ ജോൺ ഡമസീൻ. ജോൺ ജനിച്ചപ്പോൾ ദമാസ്കസിന്റെ ഭരണം ഖലീഫമാരുടെ കയ്യിലായിരുന്നു. എങ്കിലും ക്രിസ്ത്യാനികൾക്ക് ഉന്നത ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നതിന് അനുവാദമുണ്ടായിരുന്നു. ജോണിന്റെ പിതാവ് ഖലീഫമാരുടെ പൊതു ആദായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും ഒരു നല്ല ക്രിസ്ത്യാനിയുമായിരുന്നു. അദ്ദേഹം തന്റെ മകനെ വിദ്യാഭ്യാസം സിസിലിയിൽ നിന്നും അടിമയായി കൊണ്ടുവന്ന കൊസ്മാസ് എന്ന സന്യാസിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അദ്ദേഹം വിശുദ്ധ ജോണിന് ദൈവശാസ്ത്രവും ശാസ്ത്രവും സാഹിത്യവും പഠിപ്പിച്ചു. തന്റെ പിതാവിനെ പിന്തുടർന്ന് അദ്ദേഹവും പിതാവിന്റെ ഉദ്യോഗത്തിൽ നിയമിതനായി. രാജധാനിയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്ക് നല്ല ക്രിസ്ത്യാനിയുടെ മാതൃകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതിലും ഉയർന്ന മറ്റെന്തിലുമായിരുന്നു. അദ്ദേഹം തന്റെ ഉദ്യോഗം രാജിവെച്ച് ജെറുസലേമിലേക്ക് സമീപമുള്ള വിശുദ്ധ സബ്ബാസിന്റെ ആശ്രമത്തിൽ ഒരു സന്യാസിയായി തീർന്നു. ഈ ആശ്രമത്തിൽ അദ്ദേഹം ഗ്രന്ഥരചനയിലും സംഗീതം ചിട്ടപ്പെടുത്തുന്നതിലും കഴിഞ്ഞു. ഈ സമയം ജെറുസലേമിലെ പാത്രിയാർക്കീസ് ജോണിനെ തന്റെ പുരോഹിത വൃത്തത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച് അതിൻ പ്രകാരം അദ്ദേഹത്തെ ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു പൗരോഹിത്യ പട്ടം നൽകുകയും ചെയ്തു. എന്നിരുന്നാലും കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയും തന്റെ ശേഷിച്ച ജീവിതം മുഴുവൻ ഗ്രന്ഥരചനയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്തു. ബുദ്ധിയുടെ ധാര എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രചന. ഇതിൽ അദ്ദേഹം തനിക്ക് മുൻപ് ജീവിച്ചിരുന്ന എല്ലാ ദൈവശാസ്ത്രജ്ഞരുടെയും പ്രബോധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവശാസ്ത്രത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും സാരാംശങ്ങൾ നമുക്ക് തരുവാനുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ശ്രമം ആയിരുന്നു ഇത്. പഴയകാല ആചാരങ്ങളുടെ ഒരു അക്ഷയഖനിയാണ് വിശുദ്ധ ജോണിന്റെ കൃതികൾ. 1890 ലിയോ 13 മാർപ്പാപ്പ ഈ വിശുദ്ധനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു.